പ്രിയപ്പെട്ടവരെ, ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിം, അതിന് അനുമതി നൽകുന്നു റിലീസിന് എന്ന് പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഞാൻ അതിൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ മഹത്തരമായ കേരളത്തിലുള്ള നമ്മൾ ഓരോരുത്തരും പരസ്പരം സ്നേഹപൂർവ്വം എല്ലാം പങ്കുവെച്ച് കഴിയുന്ന മനുഷ്യരാണ്. നമ്മൾക്ക് ഇന്ന് വരെ ഒരു മനുഷ്യർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധിച്ച് ഏതെങ്കിലും ഭക്ഷണം കഴിപ്പിച്ച് എന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ഭക്ഷണം കട്ടതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ. ആ മലയാളികൾ പല രീതിയിലുള്ള മലയാളികളാണല്ലോ ഉണ്ടാവുക. നമ്മുടെ കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു നഷ്ടം കേരള സർക്കാരിന് മാത്രമല്ല, കേരളത്തിൻ്റെ ടൂറിസത്തിനാണ്, കേരളത്തിൻ്റെ നല്ല കഥകൾക്കാണ്. അതുകൊണ്ട് നമ്മുടെ നാടിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഫിലിമുകളൊക്കെ എടുക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകൾ, നമ്മളാകുന്ന മനുഷ്യരൊക്കെ അതിനെതിരെ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ കേരളം അത്രമേൽ സ്നേഹസമ്പന്നമായ നാടാണ്. ഞാൻ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലൂടെ യാത്ര പോകുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കേരളക്കാർ നൽകിയത് 700 കിണറുകളും 10 ലക്ഷം ഭക്ഷണപ്പൊതികളും അതുപോലെ തന്നെ വ്യത്യസ്തരായ മനുഷ്യർക്കുള്ള എഡ്യൂക്കേഷൻ, അതുപോലെ വ്യത്യസ്തരായ മനുഷ്യർക്ക് വിവാഹങ്ങൾ നടത്താനുള്ള സഹായ സഹകരണങ്ങൾ, അങ്ങനെ എന്നെപ്പോലെയുള്ള ഒരുപാട് മനുഷ്യർക്ക് കേരളം സ്വാന്തനമായി താങ്ങായി മനുഷ്യരിലേക്ക് അവരുടെ സമ്പാദ്യം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള കേരളത്തെ അപമാനിക്കുമ്പോൾ നമ്മളാകുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർ, നമ്മളാകുന്ന സംഘടനാ പ്രവർത്തകന്മാർ, നമ്മളാകുന്ന മതവിശ്വാസികൾ, നമ്മളാകുന്ന മനുഷ്യർ നമ്മുടെ നാടിനെ പൊതുവായി അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കണം, അതിനെതിരെ സ്ട്രൈക്ക് വെക്കണം, അതിനെതിരെ ഗവൺമെന്റിനോട് പറയണം. നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചവരോട് പറയണം, ഞങ്ങളുടെ കേരളത്തിനെ അപമാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം കേരളം എല്ലാവരെയും ചേർത്ത് പിടിച്ച നാടാണ്. ഇത് നമുക്ക് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ഈ സമയത്ത് പള്ളിയിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ലൈവിൽ ആൾ കുറവാണ്. എങ്കിലും ഷെയർ ചെയ്യണം. നമ്മളെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു മനുഷ്യരും നമ്മുടെ സർക്കാരൊന്നും കൂട്ടു നിൽക്കരുത്. അതിൻ്റെ ഏതറ്റം വരെ പോകാൻ കഴിയുമെങ്കിലും പോകണം. കാരണം കേരളത്തിൻ്റെ ടൂറിസത്തിനെ, കേരളത്തിൻ്റെ നല്ല സൽപ്പേരിനെ, കേരളത്തിൻ്റെ നന്മകളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഛിദ്രശക്തികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ, ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും ഒരു സ്റ്റേറ്റിനെയും അപമാനിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ള അറിവ് നമ്മൾക്കുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ലംഘനമാണ് ഒരു സംസ്ഥാനത്തെ അപമാനിക്കൽ. ഇതെന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. സർവർക്കും സർവൈശ്വര്യം ഉണ്ടാവട്ടെ. സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാടിനെ അപമാനിക്കാൻ വേണ്ടി സോഷ്യൽ സൈബർ ഇടങ്ങളിൽ വ്യത്യസ്ത പേരുകളുള്ള മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നത് കാണുമ്പോൾ, കേരളം നമ്മൾ ജനിച്ച നാടാണ്, ആ നാടിനെ ഇല്ലാ കഥകൾ പറഞ്ഞ്, ഫേക്ക് കഥകൾ പറഞ്ഞ് അപമാനിക്കുമ്പോൾ അവിടെ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ രാഷ്ട്രമോ നോക്കാതെ നമ്മുടെ നാടിനെ അപമാനിക്കാൻ നമ്മുടെ കൊക്കിൽ ജീവനുള്ള കാലത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പൂർവികന്മാർ നമുക്കുണ്ട്. അതുകൊണ്ട് അതിനെതിരെ സംസാരിക്കാൻ, തൂലിക ചലിപ്പിക്കാൻ, അതിനെതിരെ നിയമ പോരാട്ടം നടത്താൻ സർക്കാരിനും ജനങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിൻ്റെയും നമ്മുടെയൊക്കെ ഒരു പരാജയമായിട്ടാണ് പിൽക്കാലം വിലയിരുത്തുക. കാരണം അതൊക്കെ വീണ്ടും തെളിവായിട്ട് 100 വർഷം കഴിയുമ്പോൾ, 50 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കേരളത്തിൽ സംഭവിച്ചിരുന്നു എന്നുള്ളൊരു ഫേക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളുടെ ചിന്തകൾ അത്രമേൽ മനോഹരമായ ചിന്ത പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ വിട്ടേക്ക്. കാരണം നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി ഓടുന്ന തിരക്കിലാണ്. നമുക്ക് ചുറ്റുവട്ടത്തുള്ളവർക്കോ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സർവ്വചരാചരങ്ങൾക്കോ പ്രകൃതിക്കോ വേണ്ടി സംസാരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ പണത്തിൻ്റെ വേണ്ടി, നമ്മൾ നമ്മുടെ പദവിക്ക് വേണ്ടി,
സംഘടനയുടെ തലപ്പത്ത് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവാൻ വേണ്ടി, MP ആവാൻ, MLA ആവാൻ, മന്ത്രിയാവാൻ, ജനപ്രതിനിധിയാവാൻ, ബിസിനസ്സുകാരനാവാൻ മത്സരിക്കുന്ന സമയത്ത്, ആക്ടറാവാൻ മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ നന്മകൾ പറഞ്ഞ് എല്ലാ നടന്മാരും ഒരുമിച്ചിട്ടുള്ള ഒരു ഫിലിം ചെയ്തിരുന്നെങ്കിൽ അതും ഏറ്റവും നല്ല ഒരു പ്രതിരോധമാകുമായിരുന്നു. ശ്രീ പൃഥ്വിരാജ് അടക്കമുള്ള, മമ്മൂട്ടി അടക്കമുള്ള, മോഹൻലാൽ അടക്കമുള്ള ആളുകളൊക്കെ ആ രീതിയിലും ചിന്തിക്കുമെന്ന് കരുതട്ടെ. ഈ ഒരു ചർച്ച നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ? കേരളം ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്യുമോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നു, എന്താണ് കേരള സ്റ്റോറി, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ എത്ര ആളോടെ ഇല്ല എന്ന് പറയേണ്ടത്. അതുകൊണ്ട് കേരളത്തിന്റെ സ്റ്റോറിയെ വ്യത്യസ്ത ഫിലിമിന്റെ എപ്പിസോഡുകളാക്കിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ നൽകാൻ കഴിയുന്ന സംവിധായകന്മാരും എഴുത്തുകാരൊക്കെ നമുക്കിടയിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ കേരളത്തെ സ്നേഹിക്കേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്.